ഞാൻ ഇന്നലെ ഒരു സീരീസ് കണ്ടു, ഒരു അടിപൊളി കോമഡി സീരീസ് ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കാനായിട്ട് ഒരു പട്ടിക്കാട്ടിലോട്ട് നമ്മുടെ നായകൻ പോവാണ്. മാക്കിപ്പൂർ എന്നാണ് ഗ്രാമത്തിന്റെ പേര്. പട്ടിക്കാടായോണ്ട് അറിയാലോ, വിദ്യാഭ്യാസവും ഇല്ല, വിവരവും ഇല്ല. സെക്സ് പറയും തന്നെ എന്തോ വൃത്തികെട്ട കാര്യമാണെന്നാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്. അവിടെ ആര് സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കാൻ പോയാൽ അവരൊക്കെ കൈയും കാലം അവർ തല്ലുപിടിക്കും. അവിടെ നമ്മുടെ നായകൻ പോണു. പിന്നെ നടക്കുന്ന സംഭവ വികാസങ്ങൾ. സൂപ്പർ സുബു നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. 7 എപ്പിസോഡ് ഉണ്ട്. സന്ദീപ് കിഷന്റെ സീരീസ് ആണ്. സന്ദീപ് കിഷൻ ആരാന്നൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം. അടിപൊളി ആക്ടറാണ്. ദിസ് ഗായ് ഇസ് വെരി അണ്ടർ റേറ്റഡ്. എനിക്ക് ആളുടെ സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 7 എപ്പിസോഡ്, ഒരു എപ്പിസോഡ് ഏകദേശം 3/4 മണിക്കൂർ ഉണ്ട്. എന്നാ പോലും ഒരു തരി പോലും ബോറടിയേ തോന്നില്ല. വെർത്ത് സാധനം. ചില എപ്പിസോഡൊക്കെ കണ്ടിട്ട് ഐ ജസ്റ്റ് ലാഫ് മൈ ലങ്സ് ഔട്ട്. കിടന്ന് മറിഞ്ഞു ഇരുന്ന് ഞാൻ ചിരിച്ചിട്ടുണ്ട്. അടിപൊളി സാധനം. ഈ പഞ്ചായത്തില് നമ്മുടെ സച്ചിജിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഗ്രാം ചികിത്സാലയില് ഡോക്ടർ പ്രഭാത് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ സുബു സാർ, സന്ദീപ് കിഷന്റെ ക്യാരക്ടർ. ഒരു പാവം ടെമ്പററി കമ്പ്യൂട്ടർ ടീച്ചറാണ്. ആളുടെ തന്തപ്പൊടി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഒരു പ്രിൻസിപ്പളാണ്. കല്യാണം കഴിക്കണം, ഒരു ഫാമിലി ഒക്കെ ആവണം, അതിന് ഈ ജോലി പെർമനന്റ് ആവണം. അതിന് വേണ്ടിയിട്ട് ആള് സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അവിടെ ഉണ്ടാവണ പരിപാടി അതാണ് ഈ സീരീസ് പറഞ്ഞു പോകണം. അവിടെ ആളുടെ അച്ഛൻ തനി കൊടൂരക്രൂരനാണ്. ആള് നമ്മുടെ സന്ദീപ് കിഷനെ കാണുന്നത് ശരിക്കും ഒരു കാമപ്പിശാചായിട്ടാണ്. കയ്യിൽ ഒരു മണിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. അത് എന്താണ് നിങ്ങൾക്ക് ഈ സീരീസ് കണ്ട മനസ്സിലാവും. നല്ല രസം. ഫസ്റ്റ് എപ്പിസോഡ് അടിപൊളിയായി, കുറെ ഞാൻ ചിരിച്ചു. സെക്കൻഡ് ആൻഡ് തേർഡ് എപ്പിസോഡ് വാസ് കൈൻഡ് ഓഫ് എൻ ആവറേജ് പോലെ തോന്നി. പിന്നെ അങ്ങോട്ട് അടിപൊളിയാണ്. നല്ല നല്ല കോമഡി സീൻസ് ഉണ്ട്, നല്ല നല്ല ഇമോഷണൽ സീൻസ് ഉണ്ട്. നല്ല സീരീസ്, ബ്യൂട്ടിഫുൾ, സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫണ്ണി സീരീസ്. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, ഇങ്ങനത്തെ കൺസെപ്റ്റ് ഒക്കെ ആരുടെ തലയിലടെ വരുന്നത്. നല്ല രസമുണ്ട്. റൈറ്റിങ്ങിനെക്കാളും ഈ സീരീസിനെ എലവേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ക്യാരക്ടേഴ്സ് ആണ്. എന്ത് അടിപൊളി പെർഫോമൻസ് ആണല്ലോ. അടിപൊളി ക്യാരക്ടേഴ്സ് അവർ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്വാതി പറഞ്ഞ ക്യാരക്ടർ ചെയ്തൊരു കൊച്ചുണ്ട്, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സന്ദീപ് കിഷൻ ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യണ കാണണം. ടു ഗുഡ്. ആളൊരു അടിപൊളി ആക്ടറാണ്. എന്ത് രസത്തിലാണ് പെർഫോം ചെയ്യുന്നത് അറിയോ. ആള് സങ്കടപ്പെടുമ്പോൾ നമുക്ക് സങ്കടം തോന്നും, ആള് ചിരിക്കുമ്പോൾ നമുക്ക് ചിരി വരും. കോമഡി നന്നായി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഇമോഷണൽ സീൻസ് ആൾ നന്നായി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കണ്ടിരിക്കാൻ. പിന്നെ നമ്മുടെ ദിവ്യ പിള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, രജനി. ചെറിയ ക്യാരക്ടറാണ്, അതായത് വലിയ സ്ക്രീൻ സ്പേസ് ഒന്നുമില്ല, 2-3 സീനിലേ ഉള്ളൂ. എന്ത് രസമായിട്ടാ പെർഫോം ചെയ്തിരിക്കുന്നത് അറിയോ. മലയാളത്തിൽ ദിവ്യാപ്പിള്ള ഇന്നേ വരെ അഭിനയിച്ച എല്ലാ പടവും എടുത്തു നോക്കിക്കോ, ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് ഒന്നും എനിക്ക് തോന്നില്ല ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നില്ല. എന്നാൽ തെലുങ്കിൽ ആൾക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. ആൻഡ് ഇങ്ങേരെ ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് പേരുണ്ട്. ഇങ്ങേരെ അച്ഛനായിട്ട് അഭിനയിച്ച ആൾ യജാദിക്കിടു പെർഫോമൻസ്. നല്ല നല്ല റൊമാൻസ് സീൻസ് ഉണ്ട്. ഓവറോൾ എല്ലാത്തിൻ്റെയും പ്രോപ്പർ മിക്സ് ആണ് സൂപ്പർ. ഇതൊരു എ റേറ്റഡ് സീരീസ് അല്ല. ഇത് അങ്ങനെ വൃത്തികേടും പരിപാടിയൊന്നുമില്ല. കിസ് അടിക്കുന്ന സീൻ ഉണ്ട്. പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ നടക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാക്സിമം ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ നോക്കുക. ഫാമിലി ആയിട്ട് കാണാൻ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കാണും. ഇതിന്റെ 7 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ യൂസ് ലൈക്ക് ഇതിന്റെ സീസൺ 2 എത്രയും പെട്ടെന്ന് ഇറങ്ങിയാൽ മതി, അങ്ങനെ ഒരു തോന്നലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോ കാണേണ്ടവർ എന്തായാലും കണ്ടു നോക്കുക. തെലുങ്ക് സീരീസ് ആണ്. മലയാളം, തമിഴ് എല്ലാ ഭാഷയും അവൈലബിൾ ആണ്. ഞാൻ തമിഴാണ് കണ്ടത്. തമിഴിൽ എനിക്ക് തോന്നുന്നു സന്ദീപ് കൃഷ്ണൻ തന്നെ ഡബ് ചെയ്തിരിക്കുന്നു. വെരി നൈസ് സീരീസ്. ഈ അടുത്ത കാലത്ത് കണ്ട വളരെ നല്ലൊരു സീരീസ് ആയിട്ടാണ് തോന്നിയത്. സോ പഞ്ചായത്ത് ഗ്രാമ ചികിത്സാലയ പോലത്തെ ഫീൽ ഗുഡ് സീരീസ് ഒക്കെ ഇഷ്ടമാണെന്ന് വെച്ചാൽ യു ഷുഡ് ട്രൈ ദിസ്. ദിസ് ഇസ് സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ്.